ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ അവർ യു എന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ജോഹാനാണെങ്കിൽ നോർത്തിൻ്റെ അടുത്ത് നീ ഉണ്ടാക്കി വെച്ച എല്ലാ നഷ്ടത്തിൻ്റെ പൈസയും നീ തന്നെ തരണമെന്ന് പറയുന്നതാണ്. ഓൾറെഡി ആ ഒരു ബില്ല് കണ്ടിട്ട് ഞെട്ടിയിരിക്കുന്ന നമ്മുടെ നോർത്താണെങ്കിൽ ഞാനെങ്ങനെ തരാനാ, അതിന് ഞാനെന്ത് ചെയ്തെന്നാ ഈ സാധനങ്ങളൊക്കെ പൊട്ടിച്ചെന്ന് പറഞ്ഞത്, ഈ വൈൻ ബോട്ടിലൊക്കെ അത് ആര് പൊട്ടിച്ചു എന്നാൽ ഞാനൊന്നും പൊട്ടിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അത് നീ തന്നെയാണ് പൊട്ടിച്ചത്. നീ എൻ്റെ വീട്ടിലും കുറേ സാധനങ്ങളൊക്കെ പൊട്ടിച്ചു. അവിടെ ക്ലബ്ബിലുണ്ടായ പ്രശ്നത്തിൻ്റെ പൈസ എല്ലാം ഞാൻ കൊടുത്തു തീർത്തു. എന്നാൽ നീ എൻ്റെ വീട്ടിലും കുറേ സാധനം പൊട്ടിച്ചു, അതിനെല്ലാം പൈസ നീ തരണമെന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ ഫോൺ എടുത്ത് കാണിച്ചിട്ട് എൻ്റെ ഫോണ് നീയല്ലേ പൊട്ടിച്ചത്, അതിൻ്റെ കാര്യം എന്താവും എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ജോഹാൻ്റെ ഓൾറെഡി ഒരു കവറുണ്ടായിരുന്നു, അതിനകത്തൊരു പുതിയ ഫോണുമായിരുന്നു, അതങ്ങ് നോർത്തിനടുത്ത് കൊടുക്കുകയാണ്. നോർത്ത് അപ്പോൾ പൈസ തന്നാൽ മതിയായിരുന്നു, എന്തിനു വെറുതെ പുതിയ ഫോൺ വാങ്ങിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോഹാനാണെങ്കിൽ അവൻ്റെ അങ്ങ് ഫോണും കൊടുത്തിട്ട് പൈസ എല്ലാം അടച്ചു തീർക്കാനേ പറയുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ നമ്മുടെ ടേറിനെയൊക്കെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്യണം, അതിൻ്റെ ഇടയിൽ ഇവ ലക്ഷങ്ങൾ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് കൊണ്ടു കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് ഇവൻ കിടന്ന് കുറേ വിളിക്കുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാൾമെൻ്റായിട്ട് പേ ചെയ്താൽ മതിയെന്ന് വെച്ചപ്പോൾ ആ മതിയെന്ന് പറയാണ്. എന്നാൽ ജോഹാനാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പക്ഷേ 20% ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് അടയ്ക്കണമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടത് നോർത്താണെങ്കിൽ ഞാനേ ഇവിടെ കഷ്ടപ്പെട്ടായി ജീവിക്കുന്നത്, അതിൻ്റെ കൂടെ പിന്നെയും പൈസ അടയ്ക്കാൻ പറഞ്ഞാൽ നിനക്ക് എന്തുവാടാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നടക്കുന്ന പുകിലെല്ലാം കണ്ടുകൊണ്ട് ഹില്ലും ടേറോടെ ഇരിപ്പുണ്ട്. ആ സമയം നമ്മുടെ ജോഹാന് വീണ്ടും വർക്കിൻ്റെ ആവശ്യമായിട്ട് കോൾ വന്നിട്ട് പോവുകയാണ്. അങ്ങനെ ഹില്ല് നമുക്ക് പോയാലോ എന്ന് വെച്ചപ്പോൾ എങ്ങനെയെങ്കിലും ജോഹാൻ്റെ അടുത്ത് രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ചിരുന്നാണ് നമ്മുടെ നോർത്ത്. ഇത് കേട്ട പാടെ തന്നെ പോവാന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കാണ്. ആ സമയം ഉണ്ടായിരുന്നു നിനക്ക് കൊടുക്കത്തെ ഉത്സാഹമാണെന്ന് ചോദിച്ചപ്പോൾ നോർത്താണെങ്കിൽ എൻ്റെ സ്ഥലത്ത് നീയായിരുന്നെങ്കിൽ നീയും ഇതുപോലെ ചാടി ഓടാനേ ശ്രമിക്കത്തുള്ളൂ. ഞാനൊന്ന് കണ്ണു തുറന്നപ്പോഴത്തേക്കും ഒരു ലക്ഷങ്ങളുടെ ബില്ല് എൻ്റെ കയ്യിൽ ഇരിക്കണം, ഞാൻ തീർന്നെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇരിപ്പുണ്ട്. അതിനുശേഷം ഇവർ തിരിച്ച് ഇവർ അപ്പാർട്ട്മെൻറ്റിൽ എത്തുന്നുണ്ട്. അങ്ങനെ ലിഫ്റ്റ് കയറാൻ നിൽക്കുന്ന ടൈമിന് നമ്മുടെ ജോഹാനെക്കുറിച്ച് ടേറിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയം ടേർ എന്ത് പറ്റി, നിനക്ക് ജോഹാൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ടൊന്നുമല്ല, അവന് ഞാൻ പൈസ കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ അവനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിരിക്കണ്ടേന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടേർ നോർത്തിൻ്റെ അടുത്ത് ജോഹാനെക്കുറിച്ച് അറിയാമെന്നുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. അതായത് അവൻ ഭയങ്കര ക്വയറ്റായിട്ടുള്ള ആളെന്നാണ് തോന്നുന്നത്, പക്ഷേ അവൻ സംസാരിക്കുകയും ചെയ്യും. അതുപോലെ ഹില്ല് പറഞ്ഞിട്ടുണ്ട് അവന് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന്, അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കുക, അവനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നോർത്ത് അവന് ദേഷ്യം വരുമല്ലേ, അല്ല എപ്പോഴാണ് എങ്ങനെയാണ് അവന് ദേഷ്യം വരുന്നത്. ആ സമയത്ത് ടേർ അതൊക്കെ എനിക്കെങ്ങനെ അറിയാൻ, എനിക്കിനി ആകെ അറിയാവുന്ന കാര്യം അവൻ്റെ ഫ്രണ്ട്സ് ഹില്ല് വാർത്തലും ടോൺഫായും ആണെന്നാണ്, എനിക്ക് വേറെ ഒന്നും അറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം തിരിച്ച് റൂമിൽ വന്നിരിക്കുന്ന ടൈമിന് ടേർ നീ എങ്ങനെ പൈസ അടച്ച് തീർക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടയ്ക്കാം, മാസം ഒരു 1000 രൂപ വെച്ച് അടയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടേർ 1000 രൂപയോ, എടാ നീ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോലി കിട്ടി കല്യാണം കഴിഞ്ഞാൽ പോലും നീ പൈസ അടച്ച് തീരത്തില്ല, നീ 1000 വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത് അത്രയ്ക്ക് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ടേർ പറയുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ പിന്നെ ഞാൻ വേറെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോഹാൻ കൊടുത്ത ആ ഒരു ഫോൺ ഇങ്ങനെ നോക്കുകയാണ്. ആ സമയം ഒരു ഐഡിയ വന്നിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഫോൺ അങ്ങ് വിറ്റാലോ, പിന്നെ അവനിപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് നമ്മുടെ ജോഹാൻ്റെ തന്നെയായിരുന്നു, അതുകൊണ്ട് ഇതും വിറ്റാലോ, നല്ല വിലയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ടേർ ഒന്ന് പോടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നോർത്താണെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഞാൻ അങ്ങനെയും ചെയ്യാൻ നിൽക്കുന്നില്ല. എന്നാലും എൻ്റെ ഇപ്പോഴത്തെ വീണ്ടുമുള്ള ഡൗട്ട്, എന്തിനാ ക്ലബ്ബിൽ അടിയുണ്ടായപ്പോൾ ജോഹാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്, ഞാനും എന്നെ സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ, പരിചയം പോലും ഇല്ലല്ലോ, പിന്നെ എന്തിനാ അവൻ വന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടേർ അത് എനിക്കും ഡൗട്ടുണ്ട്, മേ ബി അവന് നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. ആ സമയം ഓർത്ത് പിന്നെ ഭയങ്കര ആഗ്രഹമെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ടേർ എന്തായാലും അവൻ നിന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ, നിൻ്റെ മെഡിക്കൽ ബില്ലും എല്ലാം അവൻ കൊടുത്തതല്ലേ, ഇത്രയൊക്കെ നിനക്കിട്ട് ചെയ്തു തന്നില്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യ്, അവന് മെസ്സേജ് അയച്ചിട്ട് താങ്ക് യു പറയാൻ പറയുന്നുണ്ട്. ആ സമയം നോർത്ത് ഫസ്റ്റ് കേൾക്കുന്നില്ല, പിന്നെ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ നോർത്താണെങ്കിൽ അവനൊരു കുഞ്ഞൊരു എന്തൊരു പാവയുണ്ടായിരുന്നു, ഒരു താറാവിൻ്റെ, അപ്പോൾ അവന് ഭയങ്കര ഫേവറേറ്റാണ്. ആ ഒരു താറാവിൻ്റെ ഒരു പാവയുടെ പിക്കാണ് അവൻ്റെ പ്രൊഫൈൽ ഇട്ടേക്കുന്നതും. അങ്ങനെ അവനാണെങ്കിൽ മെസ്സേജ് അയക്കുന്ന ടൈമിന് ടേർ പറയുന്നുണ്ട് നിൻ്റെ പ്രൊഫൈൽ കണ്ടിട്ട് അവൻ വല്ലതും പറയാൻ നിൽക്കുമെന്ന്. ആ സമയം ദേണ്ടേ എൻ്റെ താറാക്കുഞ്ഞിനൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് അതിനെയും കളിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ട് നോർത്ത്. ആ ഒരു ടൈമിനാണ് ഇവൻ്റെ മെസ്സേജിന് തിരിച്ച് ജോഹാൻ റിപ്ലൈ കൊടുക്കുന്നത്. അങ്ങനെ മെസ്സേജ് നോക്കിയപ്പോൾ ഇത് എന്ത് പിക്കാണ്, ഇത് ആരാ, ഇത് എന്ത് വൃത്തിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചൊക്കെയാണ്. ആ സമയം ഇത് നോർത്താണെന്ന് മനസ്സിലാകത്തുണ്ടേ നോർത്ത് ഇത് ഞാൻ താങ്ക്സ് പറയാനായിട്ട് മെസ്സേജ് ഇട്ടതാന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ പൈസ എപ്പോൾ അടച്ചു തീർക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നോർത്ത് ഞാൻ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ ഞാൻ ഇൻട്രസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നോർത്താണെങ്കിൽ ഇൻട്രസ്റ്റ് 2% പോരെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജോഹാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ചോദിക്കുകയാണ്. ആ സമയം നോർത്താണെങ്കിൽ എനിക്കിപ്പോൾ ഒരു 3% പ്ലീസ് കൂട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്.
ആ സമയം ടയർ അവനോട് സംസാരിച്ചിട്ട് എന്തായും ചോദിക്കുന്നുണ്ട്. ഇതേ സമയം ഇവനിപ്പം ഇട്ട മെസ്സേജിന് നമ്മുടെ ജോഹാൻ കണ്ടെങ്കിലും റിപ്ലൈ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു കാര്യം പറയുന്നുണ്ട്. ആ സമയം നീയാണെങ്കിൽ ആ ഇൻട്രസ്റ്റും കൂടെ അടയ്ക്കാനായിട്ടുള്ള രീതിയിൽ നമ്മുടെ ടയർ പറയാണ്. ആ സമയം അവനാണെങ്കിൽ അല്ലെങ്കിൽ ഞാനിവിടെ കഷ്ടപ്പെട്ട് പാർട്ട് ടൈം ജോബ് ചെയ്യും, എനിക്കാണെങ്കിൽ ഇവിടെ താമസിക്കുന്നതിൻ്റെ പൈസ കൊടുക്കണം, കോളേജ് ഫീസ്, ട്യൂഷൻ ഫീസ് എന്തൊക്കെ കൊടുക്കണം, എൻ്റെ ഫുഡ് സംഭവങ്ങൾ എല്ലാത്തിനും പൈസ കൊടുക്കണ്ടേ, അതിൻ്റെ ഇടയിൽ ഇവനുള്ള പൈസ ഞാൻ എങ്ങനെ അടച്ച് തീർക്കാനാന്ന് പറയുന്നുണ്ട്. ആ സമയം ടവർ നീയാണെങ്കിൽ വിഷമിക്കാതിരിക്കുക, അവനോടൊന്നുകൂടെ സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അവനോർത്ത് മിക്കവാറും അവൻ്റെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കേണ്ടി വരും, ഇല്ലാതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ടവറിനോട് നീ ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണോ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ട് ടൈം ജോബിന് പോകാനുള്ളതല്ലേ എന്ന് പറയാണ്. ആ സമയം ടവർ നിൻ്റെ അവസ്ഥ ഒന്ന് നോക്ക്, ഈ അവസ്ഥയിലാണ് നീ പാർട്ട് ടൈം ജോബിന് പോകാൻ നിൽക്കുന്നത്, പോകണ്ടെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഇല്ല പറ്റില്ല, അത് പോയില്ലെങ്കിൽ അവർ വഴക്കുറയത്തില്ലേ, പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടവറും ആ എങ്കിൽ ഓക്കെ ഫുഡ് കഴിക്കാൻ പോകാം, നിനക്ക് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം വേണ്ട വേണ്ട നീ വരാൻ നിൽക്കണ്ട, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് അവരോട് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ അവരെ മീറ്റ് ചെയ്യാനിരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നേരെ അവൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, യാ എന്ന് പറയുന്ന പയ്യൻ. അങ്ങനെ അവനും ഇവനും കൂടെ സംസാരിക്കുകയാണ്. അങ്ങനെ അവരൊരു റെസ്റ്റോറൻറ്റ് വെച്ച് മീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം അടിയുണ്ടായ സംഭവമാണ് ക്ലബ്ബിൽ. അപ്പോൾ അവൻ്റെ കൂടെ ഇവനും അടിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവനെന്നാൽ ചെറിയൊരു പരിക്ക് എത്ര പറ്റിയുള്ളൂ. അതിന് ഇവൻ്റെ അടുത്ത് എന്താ സംഭവം ശരിക്കും എനിക്ക് ഓർമ്മയില്ല, നിങ്ങളൊക്കെ ഓക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ ആ ഞങ്ങൾക്കൊക്കെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഓക്കെയാണ് എന്ന് പറയാണ്. ആ സമയം ഓർത്ത് ശരിക്കും ഇന്നലെ രാത്രി എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ പയ്യൻ പറയാണ്, അത് നമ്മൾ അടിയുണ്ടാക്കി തുടങ്ങുന്ന ടൈമിന് ടയർ ഇങ്ങോട്ടേക്ക് തന്നെ ഫോണിൽ കോൾ ചെയ്തു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കോൾ എടുത്തിട്ട് അവൻ്റെ അടുത്ത് നടക്കുന്ന സംഭവമൊക്കെ പറഞ്ഞു. എന്നാൽ ടയർ വരും എന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോഹാനാണ് അങ്ങോട്ടേക്ക് വന്നത്. ജോഹാൻ വന്നിട്ട് അവിടുത്തെ പ്രശ്നം ക്ലിയർ ചെയ്തിട്ട് നിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് എടുത്തുകൊണ്ട് പോയെന്നോ, നീ സീരിയസ് ആയിട്ടാണ് പറയുന്നത് വെച്ചപ്പോൾ അവനാണെങ്കിൽ പിന്നെ അല്ലാണ്ട് സത്യമായിട്ടാണ് പറയുന്നത് പറയുന്നുണ്ട്. ആ സമയം നോർത്തും ജോഹാനെ തന്നെ കൊണ്ടുപോയെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ ശരിയായിരിക്കും അപ്പം ആ തന്നെ എന്നൊക്കെ ഇത് പറഞ്ഞിരിപ്പുണ്ട്. ആ സമയം നോർത്ത് അവൻ്റെ ഫോണിൻ്റെ അവസ്ഥ പെട്ടെന്ന് ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ദേഷ്യത്തിലാറ്റാണോ എൻ്റെ ഫോണ് അവനാണെങ്കിൽ പൊട്ട് ചെയ്യുന്നു വയ്ക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ ഫ്രണ്ട് ആര് പൊട്ട് ചെയ്യുന്നു, അല്ല ജോഹാൻ തന്നെ, ഇത് നോക്ക് ആരോ ചവിട്ടിയെടുത്ത കണക്കിന് എൻ്റെ ഫോണിരിക്കുന്നു, ഒന്ന് ഓണാവുന്ന പോലും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ ഫ്രണ്ട് നീ എന്തൊക്കെയാണ് പറയുന്നത്, ജോഹാൻ പൊട്ടിച്ചെന്നോ, അങ്ങനെയെന്നുള്ള സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അടിയുണ്ടാക്കിയ സീൻ കാണിക്കുകയാണ്. അങ്ങനെ അടിയുണ്ടാകുന്ന ടൈമിന് ആക്ച്വലി അവൻ്റെ ഫോൺ താഴെ വന്ന് വീണിട്ട് അടിയുണ്ടാകുന്ന ടൈമിന് ആരും കാണുന്നുണ്ടായിരുന്നില്ല താഴെ കിടന്നൊന്നും, അതുകൊണ്ട് തന്നെ കുറേ പേരെ കാലേറി ചവിട്ടിയിട്ടൊക്കെയാണ് ആ ഫോൺ അവസ്ഥയിലായത്. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പം നോർത്താണെങ്കിൽ അങ്ങനെയാണോ എൻ്റെ ഫോൺ പൊട്ടിയത്, ഞാൻ വിചാരിച്ചു ജോഹാനാ പൊട്ടിച്ചത്, നിനക്കൊരു വാക്ക് നേരത്തെ പറഞ്ഞുകൂടാതെന്ന് വെച്ചപ്പോൾ അവൻ്റെ ഫ്രണ്ട് അതിന് നിനക്ക് ഇത്രമാത്രം ഓർമ്മ ഉണ്ടാകത്തില്ല, നീ ഞങ്ങൾ അറിയിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് ഞാനാണെങ്കിൽ ആവശ്യമില്ലാണ്ട് എൻ്റെ ഫോൺ അവനെ പൊട്ടിച്ചെന്ന് അവനോട് പറയുകയും ചെയ്തു, വഴക്കുണ്ടാക്കാൻ നിൽക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണുന്ന നോർത്ത് തിരിച്ച് പാർട്ട് ടൈം വർക്ക് സ്ഥലത്ത് എത്തുന്നതാണ്. അപ്പോൾ അവിടെ ഓൾറെഡി ടയർ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം ഈ അടിയുണ്ടായ സംഭവം അവിടുത്തെ ഓണറായിട്ടുള്ള ലേഡി കണ്ടിട്ടില്ലായിരുന്നു, ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മുടെ നോർത്തിനെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്തൊരു മുറിവൊക്കെ കണ്ടിട്ട് ഇവർ ഷോക്കായിട്ട് എന്താ പറ്റുന്ന നോക്കുമ്പോൾ ഇവനാണെങ്കിൽ അതുപോലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവർ നിനക്കിന്ന് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ആ ഓക്കെ ഉണ്ട്, നീ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനും വർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്ന ടൈമിന് ഒരു കസ്റ്റമർ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് പാഴ്സലായിരുന്നു. അങ്ങനെ അത് അയാൾ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ നമ്മുടെ നോർത്തിൻ്റെ അടുത്ത് അതൊന്ന് കൊണ്ടു കൊടുക്കാനായിട്ട് പറയാണ്. അങ്ങനെ നോർത്ത് ആ പാഴ്സൽ വാങ്ങിച്ച് പുറത്തിറങ്ങിയപ്പോൾ മറ്റാരും ജോഹാനായിരുന്നു. അങ്ങനെ ജോഹാനെ കൊണ്ടൊന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ആ ഫുഡ് കൈ കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ തൻ്റെ ഫോൺ ജോഹാനല്ല പൊട്ടിച്ചെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പം ഓർത്ത് ആ ഫോണിൻ്റെ കാര്യത്തിന് സോറി ഞാൻ തെറ്റിദ്ധരിച്ചതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജോഹാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ പൈസ കൊടുക്കാനുണ്ട് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം പറയാണ്. ആ സമയം നോർത്താണെങ്കിൽ പ്ലീസ് ആ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് കുറച്ച് തരുമോ, ഞാൻ പെട്ടെന്ന് തന്നെ പൈസ അടച്ച് തീർക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും നീ തരാൻ നിൽക്കണ്ട, പകരം ഞാൻ പറയുന്നത് എന്തും നീ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നോർത്തൊന്ന് ഹാപ്പി ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ എടുക്കത്തില്ലെന്ന് വെച്ചപ്പോൾ ജോഹാനാണെങ്കിൽ അതിന് പകരം ഞാൻ പറയുന്നത് എന്തും നീ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെയും ആ സമയം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുന്ന ടൈമിൽ കറക്റ്റ് ജോഹാന് വർക്കിൻ്റെ ആവശ്യമായിട്ട് കോൾ വരുന്നുണ്ട്. അങ്ങനെ നോർത്തിനോട് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ജോഹാൻ ഒന്നും തന്നെ മിണ്ടാൻ നിൽക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നോർത്ത് തിരിച്ച് റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറുന്നുണ്ട്. ആ സമയം ടേറിൻ്റെ അടുത്ത് ഇതുപോലെ തൻ്റെ അടുത്ത് ഇതുപോലെ പറയുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ, അതിന് വരെ ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ സംഭവം പറയുന്നുണ്ട്. ആ സമയം ടേർ പറയുന്നത് എന്തും ചെയ്യണമെന്നോ, ഇനി ഒരു പക്ഷേ നിൻ്റെ അടുത്ത് വല്ല ഇല്ലീഗലായിട്ടുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് നോർത്താണെങ്കിൽ അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല, ഇല്ലെങ്കിൽ അങ്ങനെ വരൂ, ദൈവമേ അങ്ങനെ ഇട്ടെന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ഒരുമിച്ച് ടെൻഷൻ അടിക്കുകയാണ്. ആ സമയം ഓണറായിട്ടുള്ള ലേഡി വന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടിനെയും വർക്ക് ചെയ്യാൻ പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം കാണുന്ന വർക്ക് കഴിഞ്ഞിട്ട് അവർ ഈവനിങ് പോകാൻ ഇറങ്ങുന്നതാണ്. ആ സമയം ഓണറായിട്ടുള്ള ലേഡി പിക്ക് ചെയ്യാനായിട്ട് ഹില്ല് വരുമോ നമ്മുടെ ടേറിനോട് വയ്ക്കുമ്പോൾ ആ വരൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ലേഡി എനിക്ക് നിന്നെ കാണുമ്പോൾ ജലസ് ആവുക, എനിക്കും അതുപോലെ ഒരാൾ വേണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ച് റൂമിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ടൈമിന് നമ്മുടെ ടേറിനോട് നോർത്താണെങ്കിൽ ജോഹാൻ എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്.
ടേർ ഇത് കേട്ടപ്പോൾ നോർത്തിന് ജോഹാനോട് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇക്കാര്യമൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നോർത്ത് വെറുതെ അറിയാനായിട്ട് ചോദിച്ചതാണ്, അല്ലാതെ വേറൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടേറാണെങ്കിൽ അവനവൻ്റെ ഫാമിലി ബിസിനസ് ചെയ്യുവാണെന്ന് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് ഫാമിലി ബിസിനസ്സോ, അവനൊരു പണി ഇല്ലാതിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, പക്ഷേ ഇതൊക്കെ ഞാനെങ്ങനെ വിശ്വസിക്കാനെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അല്ല അവനാണെങ്കിൽ എൻ്റെ അടുത്ത് അവന് വേണ്ടിയിട്ട് എന്തും ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതെന്തായിരിക്കും ഉദ്ദേശിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അത് നീ മെസ്സേജ് അയച്ച് ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അത് ജോഹാൻ കാണുന്നുണ്ട്, എന്നാൽ റിപ്ലൈ എടുക്കുന്നില്ല. അങ്ങനെ അവൻ ഈ ഒരു കാര്യം ടേറിനോട് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും മെസ്സേജ് അയക്കട്ടെ എന്ന് വെച്ചപ്പോൾ ടേർ അവന് ചിലപ്പോൾ ദേഷ്യം വന്നേക്കും, പക്ഷേ നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ പറയാണ്. ആ സമയം ഓർത്ത് അവൻ എന്നെക്കൊണ്ട് എന്താ ചെയ്യിപ്പിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ, പിന്നെ മെസ്സേജ് അയച്ചില്ലെങ്കിൽ അത് അറിയാനും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അയക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ജോഹാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്, ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് എടുത്തിട്ട് പൈസ മൊത്തം അടച്ച് തീർക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ മെസ്സേജ് എല്ലാം കാണുന്നുണ്ട്, എന്നാൽ റിപ്ലൈ എടുക്കുന്നില്ല. ആ സമയം പിന്നെയും നമ്മുടെ നോർത്തിൻ്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. അങ്ങനെ സഹി ഇട്ടിട്ട് അവസാനം ജോഹാൻ നോർത്തിനെ മെസ്സേജ് അയക്കുന്നുണ്ട് തിരിച്ച്, 5 സെക്കൻഡിൽ കോൾ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അവൻ ഉടനെ തന്നെ കോൾ ചെയ്യാണ്. അങ്ങനെ പെട്ടെന്ന് നോർത്ത് ഈ മെസ്സേജ് കണ്ടുകൊണ്ടേ തന്നെ കോൾ വരുന്ന കണ്ടിട്ടും അങ്ങ് അറ്റൻഡ് ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ സമയം ജോഹാൻ എന്താ കാര്യം, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ റിപ്ലൈ തരാത്തതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നോർത്തിനോട് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് നോർത്ത് അല്ല ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം അതെന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ഞാൻ പറഞ്ഞാൽ നിനക്ക് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് പക്ഷേ നീ പറയുന്ന എല്ലാം ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് എന്ത് തരം കാര്യങ്ങളാണ്, എല്ലാം ഒന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നിന്നെക്കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ അതായത് ഡ്രഗ്സ് വിൽക്കുക, ആൾക്കാരെ അടിക്കുക, സ്വർണ്ണക്കട മോഷ്ടിക്കാൻ പോവുക, പേഴ്സ് മോഷ്ടിക്കുക, ആ വക പരിപാടിയൊക്കെയാണ് എന്നെ ഏൽപ്പിക്കുന്നത്, ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ നിന്നെ കണ്ടു കഴിഞ്ഞാലും അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരാളെ അല്ല, പിന്നെ നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും നിനക്ക് തന്നെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഓർത്ത് ഇല്ല എനിക്ക് പിന്നെ കുഴപ്പമില്ല, നീ പറയുന്നത് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ആ ഓക്കെ, പക്ഷേ നീയാണെങ്കിൽ എന്നെ ദേഷ്യം പിടിപ്പിക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഡെയിലി ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഓർത്ത് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഇവർ കോൾ കിട്ടിയിരുന്നില്ല. ഇതേ സമയം ജോഹാൻ വർക്ക് ചെയ്യുന്നുണ്ട്. നോർത്താണെങ്കിൽ ഭയങ്കര വായാടി ആയതുകൊണ്ട് തന്നെ ഇരുന്ന് നോൺ സ്റ്റോപ്പ് സംസാരിക്കുകയാണ്. എന്നാൽ ജോഹാനാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ പിന്നെയും പിന്നെ സംസാരിച്ചിട്ട് നീ എന്താ എപ്പോഴും മിണ്ടാതിരിക്കണേ, എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ആ സമയം ഇത് കേട്ടിട്ട് ജോഹാനാണെങ്കിൽ ഒന്നും മിണ്ടായിരിക്കുമോ, ഞാൻ നിൻ്റെ എക്സ് ഒന്നും അല്ലല്ലോ, മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇവൻ മിണ്ടാതിരിക്കുന്നില്ല. ഇവനാണെങ്കിൽ എന്തായാലും നീ സംസാരിക്കുന്നില്ല, എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കാം, എൻ്റെ ഫുൾ നെയിം ഇതാണ്, ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പാരൻസ് എന്നെ ഇങ്ങനെ പറയുന്നത് പറഞ്ഞിട്ട് ഇവൻ്റെ ബയോഡേറ്റയൊക്കെ മൊത്തം പറയുന്നുണ്ട്. പിന്നെ ചറ പറയാൻ സംസാരിക്കുന്നുണ്ട്, ഇവൻ മൊത്തത്തിൽ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് വരുന്ന ടൈമിന് ഇവനാണെങ്കിൽ അവിടെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോവാണ്. ആ ഒരു ടൈമിന് ജോഹാനാണെങ്കിൽ നമ്മുടെ നോർത്തിൻ്റെ അടുത്ത് ഫോണിൽ കൂടെ നോർത്ത് വിളിക്കുന്നുണ്ട്. എന്നാൽ സൗണ്ട് കേൾക്കാതായപ്പോൾ തന്നെ അവൻ ഉറങ്ങിയെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ജോഹാൻ കോൾ കെട്ടിയുന്നില്ല. ഇതേ സമയം ടേറിനെ കാണിക്കുമ്പോൾ ടേർ നോക്കിയപ്പോൾ നമ്മുടെ നോർത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴും കോളിൽ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ടേർ ഉറങ്ങാനായിട്ട് പോവാണ്. ഇതേ ടൈമിന് ജോഹാനാണെങ്കിൽ കോളിലിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നോർത്തിന് നേരെ വെട്ടി പോയി കിടന്നുറങ്ങ്, പിന്നെ നീ പാർട്ട് ടൈം ജോബിന് വർക്ക് ചെയ്യാനും വേണ്ട, അതൊക്കെ നിർത്തിയേക്കെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മൾ നോർത്ത് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഈ ജോഹാൻ അയച്ച ഈ ഒരു മെസ്സേജൊക്കെ അവൻ കാണുന്നുണ്ട്. ഇതേ സമയം ടേറാണെങ്കിൽ ഓൾറെഡി കോളേജിൽ പോയി ഒരുങ്ങി റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിന് നമ്മുടെ നോർത്തിനെ കണ്ടിട്ട് ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ജോഹാനും നോർത്തിനെ നല്ല അടിപൊളിയായിട്ട് തന്നെ ടേർ ഷിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുക്കത്തെ ഷിപ്പിങ്ങാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് എപ്പോൾ കണ്ടാലും, അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ജോഹാനെ പറ്റി എപ്പോൾ സംസാരിച്ചാലും ടേർ ഉടനെ ഷിപ്പ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു മൊമെൻറ്റ് കിട്ടി എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ജോഹാനും നോർത്തും തമ്മിൽ എന്തെങ്കിലും നടക്കുമെന്നുള്ള രീതിയിലാണ് ഇവൻ ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത്. ആ സമയം നമ്മൾ നോർത്തിന് കാര്യം മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൻ നോക്കുന്ന ടൈമിന് നമ്മുടെ ടയറാണെങ്കിൽ ഓ അത് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ നിന്നെ ജോഹാനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതൊക്കെ കേട്ടപ്പോൾ എനിക്കെന്തോ വല്ലാണ്ടങ്ങ് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയമാണെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് നീ കേട്ടോണ്ടിരിക്കുമായിരുന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്നല്ല, അത് അറിയാണ്ട് സൈഡിൽ കൂടെ എന്തൊക്കെയോ ചെറുതായിട്ട് കേട്ടതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നോർത്താണ് ശരി പോയെന്ന് പറഞ്ഞിട്ട് ഇവൻ ഓട്ടിച്ചു വിടാണ് ക്ലാസ്സിലേക്ക്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നോർത്താണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കോളേജിൽ ഇരിക്കുന്ന ടൈമിന് ഫ്രണ്ട്സിനോട് നടന്ന കാര്യമെല്ലാം പറയുന്നുണ്ട്. അതേസമയം അവൻ്റെ ഫ്രണ്ട്സ് നോക്കിയപ്പോഴത്തേക്കും ഇവനൊരു പുതിയ ഫോൺ ഇരിക്കുന്ന കണ്ടിട്ട് അല്ല ജോഹാന് പൈസ അടച്ച് തീർക്കാനുണ്ടെന്നൊക്കെയല്ലേ നീ ഇപ്പോൾ പറഞ്ഞത്, എന്നിട്ട് നിനക്ക് എവിടെ നിന്ന് പുതിയ ഫോൺ കിട്ടിയെന്ന് വെച്ചപ്പോൾ അത് ജോഹാൻ തന്നെ വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ സമയം അവൻ്റെ ഫ്രണ്ട്സ് ജോഹാൻ നിന്നെ അന്ന് അവിടെ കൊണ്ടുപോകാനായിട്ട് വന്നു, നിനക്ക് പുതിയ ഫോൺ വാങ്ങിച്ചു തന്നു, എന്തോ നടക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന ടൈമിന് ടേറാണെങ്കിൽ നിന്നെ ജോഹാനെ ഷിപ്പ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളും ആ ഷിപ്പിൽ ജോയിൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ലോകത്ത് പിന്നെ ജോയിൻ ചെയ്യാതെ എല്ലാ ഷിപ്പുകളുടെ അടുത്തേക്ക്
വെള്ളത്തിൽ മുക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു ചെറുതൊരു ഷൈ ആവുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ടേറിനെയാണ്. ടേറിപ്പോൾ നമ്മുടെ ഹില്ലിൻ്റെ കൂടെ ഫോട്ടോഷൂട്ടും വർക്കായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ടേറാണെങ്കിൽ ഇന്ന് ക്ലബിൻ്റെ പരിപാടിയുണ്ട്, കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വെച്ചപ്പോൾ ഹില്ല് ഇല്ല, ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല, നീ പൊക്കോ, പിന്നെ നിനക്ക് ക്ലാസ് എപ്പോഴാണ്, ഞാൻ എന്നെ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. ഹസ്ബൻഡ് അറിയാം നീ ക്ലാസ് ഉച്ചയ്ക്കാണ്, കൊണ്ടുവിടാൻ നിൽക്കണ്ട, നിനക്കിവിടെ വർക്കുകളിലല്ലേ, ഞാൻ പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കും നമ്മുടെ ടേറും പിന്നെ ഫോമും ടൈഫൂണും കൂടെ ആയിട്ട് കുറച്ച് ക്ലബ്ബുകളിലേക്ക് ഇങ്ങനെ മാറി മാറി കയറി ഇങ്ങനെ നോക്കുന്നതാണ്. ആ സമയം ഇവരൊരു ഡ്രോയിങ് ക്ലബ്ബിൽ കയറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഞാൻ എന്തെങ്കിലും കയറും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മുന്നിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ ടൈമിൽ നമ്മുടെ നോർത്തിനെയും പിന്നെ ദാവോനെയും കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇവരെ ക്ലബ്ബിലിരിക്കുകയാണ്. ആക്ച്വലി എല്ലാ ക്ലബ്ബിലെ സ്റ്റുഡൻസും അവരെ ക്ലബ്ബിൽ ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ സ്റ്റോൾ പോലെയൊക്കെ റെഡിയാക്കിയിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഇവർ ഇരിക്കുന്ന ടൈമിന് നമ്മുടെ ദാവോ ആണെങ്കിൽ ടേറൊക്കെ എവിടെ, അവരെ കണ്ടില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലബ്ബിൽ ആകെ നമ്മൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ, അഥവാ ആൾക്കാർ കുറവാണെങ്കിൽ ക്ലബ്ബ് പൂട്ടിക്കും, നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാരെ കയറ്റണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് തന്നെ ഓർത്ത് ടേറിന് നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ഹില്ലിനെയൊക്കെ പരിചയമുള്ളതല്ലേ, അപ്പോൾ നമ്മുടെ ടേറിനോട് പറഞ്ഞിട്ട് അവരുടെ അടുത്തൊക്കെ നമ്മുടെ ക്ലബ്ബിൽ ജോയിൻ ആവാൻ പറയാം, അപ്പോൾ നമുക്ക് ആൾക്കാരെ കിട്ടുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടൈമിന് അങ്ങോട്ടേക്ക് നമ്മുടെ ടേറൊക്കെ വരുന്നുണ്ട്, ഹില്ലും വരുന്നുണ്ട്. അങ്ങനെ ഹില്ലിനോട് നമ്മുടെ ദാവോ ഇതുപോലെ ആൾക്കാർ കുറവാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്ന ടൈമിന് നമ്മുടെ ടേറിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ഹില്ല് അതിനെന്താ ഓക്കെ, ഞാൻ നിങ്ങളുടെ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ട് അവനൊരു പേര് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള തോൻഫ, ആർത്തിഡ്, ജോഹാൻ അവരെ അടുത്തും സൈൻ ചെയ്യാനായിട്ട് പറയാമെന്നും പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് നമുക്ക് ടേറിനോട് നിൻ്റെ വർക്ക് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ടേറിനെ സംബന്ധിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോവാണ്. അങ്ങനെ അവർ ഒരു കുറേ സ്റ്റോളും സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ അവർ കുറേ ഫുഡ് വാങ്ങുന്നുണ്ട്, ഡ്രസ്സ് നോക്കുന്നുണ്ട്, ഫുൾ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ടൈമിന് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നൈറ്റ് ടൈം ആകുമ്പോൾ ഇവർ രണ്ടും ഒരിടത്ത് വന്നിരിക്കുകയാണ്. ആ സമയം ടേറാണെങ്കിൽ ഹില്ലിനോട് നിനക്ക് എന്നെ മുമ്പേ അറിയാമായിരുന്നു, എന്നെ അപ്പോൾ തൊട്ട് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം നിനക്ക് എന്നെ ഹൈസ്കൂൾ തൊട്ട് ഇഷ്ടമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അതെ, എനിക്ക് എന്നെ ഹൈസ്കൂൾ തൊട്ട് ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടേറിനോട് നിനക്കെപ്പോഴും എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് ചോദിക്കുന്ന ടൈമിന് ടേറാണെങ്കിൽ അത് പിന്നെ നീ എൻ്റെ സ്കൂളിലേക്ക് ഫസ്റ്റ് ജോയിൻ ആയി നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തില്ലേ, അപ്പം തൊട്ട് എനിക്കിന്ന് ഇഷ്ടമായിരുന്നു എന്ന് പറയാണ്. ആ സമയം ഹില്ല് നിനക്ക് എന്നെ അപ്പം തൊട്ട് ഇഷ്ടമായിരുന്നോ, പക്ഷേ അത് നമ്മുടെ ഫസ്റ്റ് മീറ്റ് അല്ലായിരുന്നു, എനിക്ക് നിന്നെ അതിന് മുമ്പേ അറിയായിരുന്നു, എനിക്ക് അപ്പോഴേ തന്നെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ടേറാണെങ്കിൽ നേരത്തെ അറിയാമായിരുന്നോ, അതൊക്കെ എങ്ങനെ, അല്ല അപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നീ തുറന്ന് പറയാതെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹില്ലാണെങ്കിൽ അത് പിന്നെ എനിക്ക് കുറച്ച് നാണമായിരുന്നു, പേടിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഹില്ല് നിനക്ക് എന്നെ അപ്പോഴേ ഇഷ്ടമായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് തുറന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടേറിൻ്റെ കൈ പിടിച്ച് എൻ്റെ കയ്യിൽ കിസ് ചെയ്തതിന് ശേഷം ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയമെല്ലാം നമ്മുടെ ഹില്ല് ഒത്തിരി ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. കാരണം ഇവർ രണ്ടുപേരുടെ ലൈഫിൽ മുമ്പ് ഹൈസ്കൂൾ ടൈമിൽ ഒത്തിരി കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ടേറിനോട് ഇഷ്ടമാണെന്ന് തുറന്ന് പറയുന്ന ടൈമിനും ഒത്തിരി സങ്കടപ്പെടുന്നുണ്ടായിരുന്നു, ടേറിനും സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. അതേസമയം രണ്ടുപേർക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതും കാണിച്ച് ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാവുകയാണ്. ഞാൻ ഈ എപ്പിസോഡ് നല്ല സ്പീഡിനാണ് പറഞ്ഞു പോയത്, കാരണം മറ്റൊന്നുമല്ല, ഒത്തിരി തിരക്കാണ്, നല്ല പഠിക്കാനുണ്ട് കേസ്, ഞാൻ പെട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോസ് പോലും ഇപ്പോൾ 2 ദിവസമായിട്ട് ഇടാത്തത്. പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെല്ലാൻ ശ്രമിക്കാം. എനിക്കാണെങ്കിൽ ചാറ പറയാൻ ഇവിടെ എക്സാമിൻ്റെ ടൈമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സോ പെട്ടിരിക്കുന്ന സിറ്റുവേഷനാണ് ഗൈസ്, ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇടുന്നവരെ ബൈ.